ഈ പ്രസ്ഥാനത്തിന്റെ വലിയ മെഷീനറി മീലാദ് സമ്മേളനത്തിന് അനുസൃതമായി ഇങ്ങോട്ട് രൂപപ്പെടുന്ന വിഷയത്തിൽ കുറച്ചൊരു ആശങ്ക ഉണ്ടായപ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് പ്രധാനപ്പെട്ട ചില അതിഥികളെ വീണ് കിട്ടിയതാണ്. ആ അതിഥികൾക്ക് വരാനുള്ള സൗകര്യവും റബീഉൽ അവ്വൽ മാസവും കൂടി ഒത്തുവന്നപ്പോൾ അൽഹംദുലില്ലാഹ് മീലാദ് സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഒലവക്കോടിനും കാസർകോടിനും ഇടയിൽ മാത്രമേ മൗലിദുള്ളൂ എന്ന് ബിദ്അത്തുകാരൻ വീമ്പടിച്ച് നടക്കുന്നതാണ്. 1980-കൾ 90-കൾ ഈ ഭൂമി മലയാളം ചേമ്പിലെ വട്ടത്തിൽ ഇവിടെ മാത്രമാണ് വർണ്ണക്കടലാസും ഈന്തോലപ്പട്ടയുമായി 4 മക്കള് നബിദിനം സ്വാഗതം എന്ന് പറഞ്ഞ് നടക്കല്. വേറെ ദുനിയാവിൽ ഏർപ്പാടില്ല എന്ന് വഹാബി പെരുമ്പറ കൊട്ടുന്ന കാലം. മീലാദിന്റെ റിപ്പോർട്ട് കൊടുത്താല് ചന്ദ്രിക പത്രം കൊടുക്കൂല. അങ്ങനൊരു കാലം കഴിഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, മീലാദ് കഴിച്ചോലൊക്കെ തടിച്ചു കൊഴുത്തു. മീലാദില്ലാത്തോല് മെലിഞ്ഞ് ഇപ്പൊ UDF-ലാണോ LDF-ലാണോ എന്ന് തിരിച്ചറിയണില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മെലിഞ്ഞു പോയാൽ എന്തു ചെയ്യും? ഇതൊക്കെയാണ് അന്നത്തെ കാലം. നമ്മൾ വിശദീകരിക്കണ്ട. അപ്പോഴാണ് കാന്തപുരം ഉസ്താദ് മീലാദ് സമ്മേളനങ്ങൾ നടത്തിയത്. ആ സമ്മേളനങ്ങൾ 10 കോഴിക്കോട്ട് നടന്നപ്പോൾ ലോകത്തിന് കാര്യം മനസ്സിലായി. യമനിലെ, ഹിജാസിലെ, ഒമാനിലെ, ഫലസ്തീനിലെ, മിസ്റിലെ, ഷാമിലെ, ഇറാഖിലെ, ഇറാനിലെ, ദുബൈയിലെ, സൗദിയിലെ ആലിമീങ്ങളാണ്, സദാത്തുക്കളാണ്, പ്രഗത്ഭരാണ്, മഹാന്മാരാണ്, ഔലിയാക്കളാണ്. മൗലിദ് പാടുകയാണ്, ബുറുദ ചൊല്ലുകയാണ്. വല്ലാത്ത ആവേശമാണ്. സദസ് അവരോടൊപ്പം ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. അൽഹംദുലില്ലാഹ്, ബുറുദ ആഗോള മുസ്ലിമീങ്ങളുടെ വിചാരധാരയാണ്. പ്രവാചക ഗീതിയുടെ ആ വല്ലാത്ത ഗാനം ലോക മുസ്ലിമീങ്ങളെ പുളകം കൊള്ളിക്കുകയാണ്. 7 നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ബുറുദ ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹബത്തിന്റെ മാസ്റ്റർ പീസ് ആണ്. 1980-കളിൽ അന്നത്തെ 4ാം ക്ലാസ് MLA-മാര്, പീറ സലഫി പയ്യന്മാര് അന്നുണ്ടാക്കിയ ഒച്ചപ്പാടുകളെ മുഴുവനും താജുൽ ഉലമ പൊളിച്ചെറിഞ്ഞിരിക്കുന്നു. സുൽത്താനുൽ ഉലമ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇന്ന് ബുറുദയും മദ്ഹും ഇഷ്ഖും സ്വലാത്തും മഹബ്ബത്തും സാദാത്തും ഈ ഉമ്മത്തിന് ആവേശമായി വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വാല് അമ്മിക്കടയിൽ. അങ്ങനെയായിരുന്നു പല ആലിമീങ്ങളുടെയും കഥയെങ്കിൽ അവരതാ കുതറി മാറുന്നുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, വല്ലാതെ പടയ്ക്കുന്നുണ്ട്. 4ാം ക്ലാസ് രാഷ്ട്രീയക്കാരൻ ആലിമീങ്ങളെ ചവിട്ടിക്കൂട്ടുന്ന വല്ലാത്തൊരു കാലം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഈ ഉമ്മത്തിന് ഇനിയൊരു പിളർപ്പിന് കൂടി ആഫിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, സജ്ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പഴയ കാലത്തെ കഥയൊന്നും പറഞ്ഞു പല്ലുകുത്തി മണപ്പിക്കണ്ട. മുണ്ടുപൊക്കി കാണിച്ച് അന്ന് പേടിപ്പിച്ചതിന് ഇന്ന് തിരിച്ചൊന്നും കൊടുക്കണ്ട. നമ്മൾ ഉമ്മത്തിന്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആലിമീങ്ങൾക്ക് ഇസ്സത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. റഹ്മാനായ റബ്ബ് ആ അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീണ്ടും ആ ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന വല്ലാത്ത വിഷമത്തിൽ നിന്ന് നമ്മളെ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രാഷ്ട്രീയക്കാര് വീണ്ടും ബുൾഡോസർ ഉരുട്ടി ഏതെങ്കിലുമൊക്കെ പള്ളി മദ്രസ തകർത്തെറിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ആലിമീങ്ങളെ അവര് ബോംബ് വെച്ച് കൊന്നുകളഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ആലിമീങ്ങളെ അവര് കത്തിക്കിരയാക്കിയാൽ അവർക്കും കൂടി സംരക്ഷണം കൊടുക്കാൻ ഞമ്മക്ക് തോക്കത്തില്ലല്ലോ, ഞമ്മക്ക് കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഉമ്മത്തിന്റെ നല്ല നടപ്പിനും ദീർഘായുസ്സിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഞാൻ വിശദീകരിക്കുന്നില്ല. മീലാദ് സമ്മേളനം കോഴിക്കോട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ആ സമ്മേളനത്തിന്റെ വിജയത്തെപ്പറ്റി ഉസ്താദ് അവർകൾക്ക് വേവലാതിയുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് കോയ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നമ്മളെ സമ്മേളനം പുറത്ത്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ എത്തി? ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട യൂസുഫ് കോയ തങ്ങളോട് കാന്തപുരം ഉസ്താദ് വിഷമം പറയാണ്. ഇത് വെറുതെ അല്ല, മഹാനായ CM വലിയുള്ള പറഞ്ഞതാണ് കാന്തപുരം ഉസ്താദിനോട്, എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടുമോ? നിങ്ങളെ സ്റ്റേജുകളിലും പരിപാടികളിലും വന്നിരിക്കാൻ എനിക്ക് സമയം കിട്ടുമോ? അത് രണ്ടുമില്ല.
അതുകൊണ്ട് ഞാനൊരു പരിഹാരം പറയാം. എൻ്റെ ഒരു പ്രതിനിധി, എൻ്റെ ഖാദിമാന്ന് മുപ്പര് പറയൂ. ഖാദിമാന്ന് ഞാൻ സമ്മതിക്കൂല, ഒരു സയ്യിദല്ലേ, എൻ്റെ പ്രതിനിധിയാണ്, എൻ്റെ ഖലീഫയാണ്. നിങ്ങളെ സ്റ്റേജിൽ, നിങ്ങളെ സംഘടനയിൽ, നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങൾക്കൊപ്പുണ്ടാകും വൈലത്തൂര് തങ്ങൾ. ബഹുമാനപ്പെട്ട CM വലിയുള്ള പറഞ്ഞ വല്ലാത്ത ആ വാക്കിന്റെ പുലർച്ചയും സാഫല്യവും ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങൾ. അള്ളാഹു ആ തണലുകളൊക്കെ എനിക്ക് നമുക്ക് നിലനിർത്തി തരട്ടെ. കാന്തപുരം ഉസ്താദ് പറഞ്ഞു, തങ്ങളെ സമ്മേളനം എത്തി, ദിവസങ്ങൾ മാത്രം ബാക്കി, അത് അന്തസ്സായിട്ട് കഴിയണം, അതിനെക്കുറിച്ച് ബേജാറാണ് എന്ന് പറഞ്ഞപ്പോൾ വൈലത്തൂർ തങ്ങൾ പാപ്പ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? 5 മണിയാകുമ്പോഴേക്ക് ഗ്രൗണ്ട് മുഴുവനും ആളുകൾ വന്നു നിറയും പോരെ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളാ സമ്മേളന ഗ്രൗണ്ടില് ഓരോരത്ത് കനാലുണ്ട്, കനാലിൽ അപ്പുറത്താണ് റോഡ്, ഇപ്പുറത്താണ് ഗ്രൗണ്ട്. ആ കനാലും കടന്ന് ആളുകൾ വരാൻ വേണ്ടി പാലമുണ്ടാക്കും. പാലം 5 മണിക്ക് പൊട്ടും കേട്ടോ. കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞ രഹസ്യാണ്. അപ്പോൾ ഉസ്താദ് അവർ പറഞ്ഞു, തങ്ങൾ ദ്വാരുന്നാ മതി, അൽഹംദുലില്ലാഹ് സമ്മേളനമൊക്കെ വിജയിക്കണം. സമ്മേളനം ഗംഭീരമായി, നഗരി നിറഞ്ഞൊഴുകി, സ്വപ്നനഗരി പാൽക്കടലായി. ഇഷ്ഖിന്റെ വലിയ വലിയ പേമാരി പെയ്തു തീരുകയാണ് സദസ്സിൽ. വലിയ അലിമീങ്ങൾ, സാദാത്തുക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാരായ ഷാഇരീങ്ങൾ, വിദേശികൾ, പണ്ഡിതർ, പ്രതിഭകൾ ഒക്കെ സംസാരിക്കുന്നു. രാത്രി കുറെ അങ്ങ് വൈകി. കാന്തപുരം ഉസ്താദ് നേതാക്കൾക്കുള്ള വിശ്രമ സങ്കേതത്തിലേക്ക് എത്തിയപ്പോ വിനീതനായ ഞാൻ അവിടെയുണ്ട്, അതുപോലെ വളണ്ടിയർമാര് പലരും ഉണ്ട്, ഹസൻ സഖാഫി തറയിട്ടാലൊക്കെ ഉണ്ട്. കാന്തപുരം ഉസ്താദ് കാണുന്നത് വൈലത്തൂർ തങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു മല്ല പോകാനുള്ള ശ്രമത്തിലാണ്. കാന്തപുരം ഉസ്താദ് കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു, ആ സയ്യിദിന് മുത്തം കൊടുത്തു. തങ്ങളെ, നിങ്ങൾ പറഞ്ഞ പോലെ 100% സംഭവിച്ചില്ലല്ലോ, 100% നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ. അറഗിരി ആളുകളെ കൊണ്ടിങ്ങനെ നിറഞ്ഞ് നമ്മൾ വിചാരിച്ച എല്ലാ അതിഥികളും വരികയും ചെയ്തു. സമ്മേളനം വലിയ വിജയമായി പോയി. തങ്ങളെ പറഞ്ഞ പോലെ 5 മണിക്ക് അവിടെ ആ പാലവും പൊട്ടിയത്. അപ്പോഴാണ് ഉസ്താദ് അവർകൾ ഈ വിഷയം പങ്കുവെക്കുന്നത് അവിടെ ഉള്ളവരോട്, തങ്ങളോട് തന്നെയും. ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫുൽ ജീലാനി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടിയെങ്കിൽ. ഒരു മുത്താണ്, വല്ലാത്ത വെളിച്ചമാണ്. പ്രയാസപ്പെടുന്ന നേരത്ത് മുട്ടി വിളിച്ചാൽ ഉമ്മത്തിന് ഈ തുറക്കപ്പെടാവുന്ന വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ്. ഹാജിമാര് ഗൾഫില് ഹറമില് തെരഞ്ഞു നടന്ന് കാത്തിരുന്ന് ബുദ്ധിമുട്ടി വിഷമിച്ച് സുബ്ഹാനല്ലാഹ് കിട്ടാതെ വരുമ്പോ നാട്ടിലേക്ക് വിവരം അറിയിച്ചു. അപ്പൊ പിന്നെ അതിലും വലിയ ഗുലുമാലായി, കച്ചറയായി. ബന്ധുക്കളെ ഫോൺ വിളിയോട് വിളി. എന്താ ചെയ്യ? അമീറുമാർക്ക് ഓർമ്മ വരുന്ന അവസാനത്തെ അത്താണി വൈലത്തൂർ തങ്ങളാണ്. മൂപ്പര് നാട്ടിലാണ്. തങ്ങളെ വിളിച്ചു. തങ്ങൾ പറഞ്ഞു, അവിടെ നോക്ക്, ഷാമിയേല് ഏതെങ്കിലുമൊക്കെ ഏരിയ പറഞ്ഞു. തങ്ങൾ പറയാം, അവിടെ നോക്ക്, അവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലും ഞങ്ങൾ തെരഞ്ഞു, അവിടെയുള്ള എല്ലാ ക്ലിനിക്കുകളും ഞങ്ങൾ കയറി പരതി എന്ന് അമീറുമാര് മറുപടി പറയുമ്പോ പറയാണ്, ഇല്ല, ഞാൻ പറയുന്നു അവിടെ ഉണ്ട്, ഷാമിയയിലെ ഇന്ന ഹോസ്പിറ്റലിൽ പോയി നോക്ക്. പോയി നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ട്, കണ്ടു, അനുഭവം, സന്തോഷം. തങ്ങളെവിടെയുള്ള നാട്ടില് മഹാനായ സയ്യിദ് അവർകൾ പൊരുത്തമാണ്, സന്തോഷമാണ്, അത്ഭുതമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. അടുത്ത സ്വല്ല ആള് ICUവിലാണ്. മൂപ്പരെ ഇട്ട് എങ്ങനെയാണ് നമ്മൾ മദീനത്തേക്ക് പോവുക? ICUവിലുള്ളൊരു മനുഷ്യനെയും കൊണ്ട് എങ്ങനെയാ മദീനത്തേക്ക് പോവുക? തങ്ങളോട് പരാതി പറയുമ്പോ സാരല്ല, ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആണ്, നാളെ അയാളെയും കൊണ്ട് നിങ്ങൾക്ക് പോകാം എന്ന് ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫുൽ ജീലാനി തങ്ങൾ പറയുമ്പോ
സുബ്ഹാന റബ്ബി. ഇതേതാണ് മുതല്? മുത്തുനബി തങ്ങളാണ് നമുക്ക് മറുപടി തരുന്നത്. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. കൊടുങ്ങണ നേരം ഈ ഉമ്മത്ത് തങ്ങന്മാരെ കാണേണ്ടത് എന്നെ കാണുന്നത് പോലെ. ഉർഖുബു മുഹമ്മദൻ, മുഹമ്മദ് നബിയെ തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. ഫി അഹ്ലി ബൈത്തിഹി അൽ ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുട്ടിയാൽ തുറക്കുന്ന വാതിലുകൾ ഇനിയും നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അത്തരം മഹാന്മാരെ കൊണ്ട് നമുക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരിച്ചുപോയ സയ്യിദ്, അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് വലിയ ദറജാത്ത് നൽകുമാറാകട്ടെ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ മോനാൻ 28 ഹജ്ജും കഴിഞ്ഞ് പരിശുദ്ധ മക്കയിൽ മരിച്ചു കിടന്ന് ഒരു ജുമഅക്ക് വേറെ ഒരു മയ്യിത്തുമില്ല. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ മയ്യിത്ത് മാത്രം ലക്ഷക്കണക്കിന് ഹാജിമാര് ഒന്നിച്ച് നിർവഹിച്ച് ബഹുമാനപ്പെട്ടവര് വെല്ലുമ്മ ഖദീജ ബീവിയുടെ കാലിന് ചുവടെ പരിശുദ്ധ മക്കയിൽ ജന്നത്തുൽ മുഅല്ലയിൽ അന്തിയുറങ്ങുന്നു. ആ ബാപ്പാനെ കാണാത്ത മക്കള്, ആ ബാപ്പാനെ കാണാത്ത നമ്മള് ഈ മോന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കാണാം. മാ അശ്ബഹൽ വലദവിൽ വാലിദി. ബാപ്പാനെ മുറിച്ചു വെച്ച പോലെ ഒരു മകൻ. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. മൂപ്പര് പറയാറുണ്ട്, ബാഫഖി തങ്ങൾക്ക് ശേഷം എനിക്കൊരു ബാപ്പയേ ഉള്ളൂ. എൻ്റെ ബാപ്പാനെ പോലെ ഞാൻ കാണുന്ന മറ്റൊരു ബാപ്പ അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ മകൻ പറയുന്നു, പടച്ചവനോട് എൻ്റെ ദുആ ഇപ്പോൾ സൂക്കേട് മാറാനല്ല, ആയുസ് നീട്ടിക്കിട്ടാനല്ല, സമ്പത്ത് വർദ്ധിക്കാനല്ല. എൻ്റെ ആയുസ്സിൽ നിന്ന് 10 വയസ്സ് എടുത്തിട്ട് പടച്ചോനെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് കൊടുക്കണമെന്നാണ്. മഹബത്ത് എന്താണെന്ന് മുഅ്മിനീങ്ങൾക്ക് ഈ മഹാന്മാരിൽ നിന്ന് പഠിക്കാലോ. ദീനിന്റെ ഖിദ്മത്തിന് ഞാനിങ്ങനെ 5 കൊല്ലം ജീവിച്ചിട്ടെന്താ, 10 കൊല്ലം ജീവിച്ചിട്ടെന്താ? എന്നെ കൊണ്ട് എന്തിനു കഴിയും? ഒന്നിനും കഴിയില്ല. മഹാന്മാരായ ദീനിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, ഈ ഉമ്മത്തിന്റെ നേതാക്കൾ അവര് ജീവിച്ചിരുന്നാൽ എത്രയാണതിന്റെ പവർ, എത്രയാണതിന്റെ പത്രാസ്. ഈ ഉമ്മത്തിനത് കൊണ്ട് കിട്ടുന്ന ശക്തി എത്ര വലുതാണ്. എൻ്റെ ആയുസ്സിൽ നിന്ന് 10 വർഷം നീ പിൻവലിച്ചാലും പടച്ചോനെ സങ്കടമില്ല. ഇത് ഈ മഹാന്മാരായ ദീനിന്റെ ഖാദിമീങ്ങൾക്ക്, അലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക് നൽകണം എന്ന് പ്രാർത്ഥിച്ചു മാതൃക കാണിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വിട പറഞ്ഞു പോയല്ലോ. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. തിരൂര് നടുവിലങ്ങാടിയിലാണ് വീട്. മൂപ്പര് നടുവിൽ നിന്നില്ല. മൂപ്പര് ആലിമീങ്ങളെ ചാരത്തേക്ക് മാറി നിന്നു. രാഷ്ട്രീയക്കാരന്റെ വസുവാസുകളിൽ പെടാതെ സൂക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്. മഅ്ദിനില് ഖലീൽ ബുഖാരി തങ്ങളെ റമദാൻ 27 മജ്ലിസിൽ സംബന്ധിക്കുകയാണ്. തീരുവോളം അവിടെ സംബന്ധിച്ച് നേരിട്ടങ്ങ് കയറി ചെല്ലുകയാണ്. സ്വന്തം അളിയൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വീട്ടിലേക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ എവിടുന്നാ വരുന്നത്? ഞാൻ ഖലീൽ തങ്ങളെ മജ്ലിസിൽ കഴിഞ്ഞിട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്. തങ്ങൾ ചോദിച്ചു, അവിടെ പോയിട്ട് എന്തായി? ഞാൻ എൻ്റെ പെങ്ങക്ക് വേണ്ടി, നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി അവിടുന്ന് ആ ജനലക്ഷങ്ങളെ കൊണ്ട് ദ്വാരപ്പിച്ചു. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പറഞ്ഞു, നല്ല സ്നേഹമുള്ള ആങ്ങളെയാണ് നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുബൈത്ത് നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ മാതൃകയാണ്. ആ മഹാന്മാരെയൊക്കെ സ്വർഗലോകത്ത് മുസാഫഹത്ത് ചെയ്യാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാഴ്ച മുമ്പാണ് ഞാൻ കൊണ്ടോട്ടിയിൽ ഒരു ഖുർആൻ ക്ലാസ്സിന് ചെന്നത്. ക്ലാസ് കഴിഞ്ഞൊരു വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അന്ന് ഞങ്ങളെ മനസ്സിൽ വലിയൊരു ഹമ്മുണ്ടായിരുന്നു. ഒരു വലിയ വിഷമമാണ്. ഒരു വിവാഹത്തിന്റെ കേസ്. കുറെ ആളുകൾ പഞ്ചായത്ത് പറഞ്ഞു, പരിഹാരമായില്ല. കുറെ കേസും കുലുമാലുമായി പിന്നാലെ നടന്നു, പരിഹാരമായില്ല. ഡോക്ടർ എ.പി. അബ്ദുൽ ഹക്കീം അസ്ഹരി മൂപ്പര് ഇടപെട്ട് സംസാരിച്ചു, കൗൺസിലിംഗ് നടത്തി, പരിഹാരമായില്ല. അങ്ങനെ വലിയ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മലേഷ്യ സൈനുലാബിദീൻ ബാഫഖി തങ്ങൾ ചോദിച്ചു, എന്താ കാര്യം? ഞങ്ങളത് തങ്ങളോട് ശരിക്കങ്ങ് പറഞ്ഞു. ബഹുമാനപ്പെട്ട സൈനുലാബിദീൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, ഞാൻ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ മകൻ സൈനുലാബിദീൻ ബാഫഖി തങ്ങൾ ഞാൻ പറയാണ്, 1 മാസത്തിനിടെ പരിഹാരമാകും, ഉറപ്പിച്ചോ? ഞാൻ ചോദിച്ചു, പരിഹാരമായോ? അവര് പറഞ്ഞു, തീരെ ഫോൺ എടുക്കാത്ത പെണ്ണ്, ഇങ്ങോട്ട് തീരെ വരാൻ കൂട്ടാക്കാത്ത പെണ്ണ്, പെട്ടെന്നൊരു ദിവസം അതാ വിളിച്ചു പറയണ്, എനിക്കിവിടെ നിന്നൂടാ, സ്വന്തം വീട്ടിൽ, ഞാൻ അങ്ങോട്ട് വരട്ടെ. അതൊരു മഞ്ഞുരുക്കമായിരുന്നു, പരിഹാരത്തിന്റെ തുടക്കമായിരുന്നു. തൽക്കാലം ഭർത്താവ് വെറുതെ ഒന്ന് വാശി പിടിച്ചു, അങ്ങനെ വരണ്ട, നമുക്ക് ഉത്തരവാദപ്പെട്ടവരോട് സംസാരിച്ചിട്ടൊക്കെ വന്നാ മതി. തൽക്കാലം അങ്ങനെ പറഞ്ഞെങ്കിലും ആ ഭർത്താവിന്റെ മനസ്സിലും എല്ലാം പെയ്തൊഴിയുകയാണ്. എല്ലാ വിഷമവും കുത്തിയൊലിച്ചു പോവാൻ. 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ കുടുംബം വീണ്ടും വിളക്കി ചേർക്കപ്പെട്ടു. ഇപ്പോൾ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു മുറിപ്പാട് ഉണ്ടായതിന്റെ യാതൊരു പരാതിയുമില്ലാതെ ഉഷാറായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അഹ്ലുബൈത്ത് അതിന്റെ ഗുണം കാണിക്കും, അതിന്റെ പുണ്യം. അവരിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവരിലൂടെ അല്ലാഹു വലിയ വാതിലുകൾ തുറക്കും. ഇന്ന ലില്ലാഹി മിനന്നാസി ലമഫാത്തിഹു ലിൽ ഖൈർ. ഖൈറിന്റെ വലിയ വലിയ താക്കോലുകൾ ഈ ഉമ്മത്തിൽ അല്ലാഹു എമ്പാടും വെച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ആ മഹാന്മാര് പറഞ്ഞത്, കാൾ ഫോർ ഹെൽപ്പ്, സഹായ ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളിട്ടോ. സുബ്ഹാനല്ലാഹ്. മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് 27 കൊല്ലം മുമ്പ് കാന്തപുരം ഉസ്താദ് പ്രവർത്തകരിലൂടെ എഴുതി വെച്ച മുദ്രാവാക്യമാണത്. കാൾ ഫോർ ഹെൽപ്പ്, ആവശ്യമുള്ളവര് വിളിച്ചോളൂ. സഹായി സന്നദ്ധ സംവിധാനം അവിടെ രൂപപ്പെടുകയാണ്. പിന്നെ അത് മാതൃകയാക്കി വേറെ പല ആളുകളും രോഗികളോ ആശുപത്രിയുടെ പരിസരത്തും സംവിധാനങ്ങൾ ഉണ്ടാക്കി. മെഡിക്കൽ കോളേജ് പരിസരത്ത്, കോഴിക്കോട്, രാജ്യത്തെ എല്ലാ ആതുരാലയങ്ങളുടെ പരിസരത്തും ഇന്നീ സന്നദ്ധ സ്വയം സേവകന്മാരുടെ, സാന്ത്വനം വളണ്ടിയർമാരുടെ, എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ കക്ഷി വിഭാഗങ്ങളിൽപ്പെട്ടവരും അതിന് മുന്നോട്ട് വരുന്നൊരു സംവിധാനം ഉണ്ടായെങ്കിൽ, ഉസ്താദ് അവർകൾ കാണിച്ച മാതൃക, ഗൗസുൽ ആലം പണ്ട് കാണിച്ച മാതൃക, കാൾ ഫോർ ഹെൽപ്പ്, ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളി. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പര സഹായ സഹകരണ സംഘം, ക്ലിപ്പ് ദം. ഇത്ര ഉഷാറാണ് ഈ ഉമ്മത്ത്. ആ ഉമ്മത്തിൽപ്പെട്ട വലിയ വലിയ മഹാന്മാർ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, അവരും നമ്മളും ഒന്നാണ്. മഹബ്ബത്തുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, അങ്ങുമിങ്ങും ബന്ധം പുലർത്തുമെങ്കിൽ ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? ജാമിദ ടീച്ചറും അനിൽ ഡോക്ടറും ചത്തുപോയ ജഗനൂരും എല്ലാവരും ഒന്നാണ് എന്നല്ല ആ ആയത്തിന്റെ അർത്ഥം. ആയത്തിന്റെ അർത്ഥം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ അഖീദുണ്ടല്ലോ, ഖിയാമത്ത് നാള് 1-ാം തീയതിയുടെ മുമ്പ് ഇവിടെ ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മെമ്പർ, ഇവരെല്ലാവരും ഒന്നാണ്. ആ മഹബ്ബത്തുണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, അതാണ് ആ ആയത്തിന്റെ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തഹാദൗ, മഹാന്മാർക്ക് അങ്ങോട്ട് ഫാത്തിഹ ഹദിയ ചെയ്യണം, യാസീൻ ഹദിയ ചെയ്യണം, ഇത്വാമു നടത്തണം. അവരെ നമ്മൾ അനുസ്മരിക്കണം. അവരെ വെല്ലിപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പേരിൽ
സ്വലാത്തു ചൊല്ലിയിട്ട് കൂടെ വഅലാ ആലിഹി വസ്വഹ്ബിഹി ചേർത്ത് പറയണം. അതിൻ്റെ ഒക്കെ ഗുണവും സന്തോഷവും നമുക്ക് കിട്ടും. ആ മഹത്തുക്കളെ വഴിയെ അള്ളാഹു നമ്മെ എല്ലാവരെയും വഴി നടത്തി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. കല്ലാച്ചിയിലൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, അബ്ദുള്ള മുസ്ലിയാർ. 10 ദിവസം മുമ്പ് മൂപ്പരും മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ആ മഹാന്റെ കൂടെ നടക്കുന്നവർ എണ്ണിപ്പറയണ്. ഞണ്ടാടി ഓറ് വലിയ മഹാനാണ്, കക്കിടിപ്പുറ ഓറ് വലിയ മഹാനാണ്, ആ വലിയ മഹാനാണ്. മടവൂരിലെ CM വലിയുല്ലാഹി വലിയ മഹാനാണ്. ഓറ് ഈ 4 ഓറന്മാരങ്ങ് കഴിഞ്ഞാൽ 4 ഓറന്മാരും അബൂബക്കർ മഹാനായ ഞണ്ടാടി അബൂബക്കർ വലിയുല്ലാഹി CM വലിയുല്ലാന്റെ പ്രധാന ഗുരുവാണ്. കൂത്തുപറമ്പ് കക്കടിപ്പുറം ഉസ്താദ് എല്ലാവർക്കും പരിചയമുള്ള സമകാലിക പണ്ഡിത ലോകത്തിന്റെ മുഴുവനും ഉസ്താദാണ്. മഹാനായ CM വലിയുല്ലാഹി, ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ എല്ലാവർക്കും അറിയാലോ. ഈ മഹാന്മാരൊക്കെ പോയല്ലോ പടച്ചോനെ, ഇനി ഒരു ഓറയെ ബാക്കിയുള്ളൂ. അല്ലാച്ചു ഉസ്താദ് പറയര്. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളെ കുറിച്ച് അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓറഞ്ച് ഒന്നേ ഉള്ളൂ എന്ന് പലപ്പോഴും ആ വ്യക്തി സൂചിപ്പിക്കുന്നത് മഹാന്മാരായ ഉസ്താദുമാരെ ഉദ്ദേശിച്ചാണ്. റഹ്മാനായ റബ്ബേ, എല്ലാവരും ദുആ ചെയ്യുക. നമ്മളെ ഉമ്മത്തിന് അല്ലാഹു ഇനിയും നല്ല വാർത്തകൾ കേൾപ്പിച്ചു തരട്ടെ, നല്ല കാഴ്ചകൾ അല്ലാഹു കാണിച്ചു തരട്ടെ. ഞങ്ങൾ സഖാഫികൾ 15,000 എത്തി നിൽക്കുകയാണ്. അനാഥ മക്കൾ 25,000-ലേറെ പേരെ ഉസ്താദ് വളർത്തി ഉയർത്തി ലോകത്തെ വലിയ തട്ടകങ്ങളിൽ എത്തിച്ച് നല്ല കുടുംബനാഥന്മാരാക്കി, അധ്യാപകന്മാരാക്കി, ഡോക്ടർമാരാക്കി, ആലിമുകളാക്കി ഈ സമുദായത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദവുകൾ തിരിച്ചു തന്നിട്ടുണ്ട്. 1.5 ലക്ഷത്തിലേറെ പേര് മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായി ഉണ്ട്. ബഹുമാനപ്പെട്ട മർക്കസു സഖാഫത്തി സുന്നിയ 8,000-ഓളം മസ്ജിദുകൾ രാജ്യത്ത് മുഴുവനും പലയിടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടല്ലോ. എന്തെല്ലാമാണ് ആ വലിയ ജീവിതത്തിൽ നിന്ന് ഈ സമുദായത്തിനും സമൂഹത്തിനും ലഭിച്ചിട്ടുള്ളത്, എണ്ണിയാൽ തീരുന്നില്ലല്ലോ. പുത്തുമല കുത്തിയൊലിച്ച്, ഭൂകമ്പമാണ്, ഉരുളുപൊട്ടലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, പരിഹാരം മാത്രമില്ല. പലരും ഫോട്ടോ എടുത്ത് തിരിച്ചുപോയി, പലരും പലരിടത്തും അങ്ങനെ ചിരിച്ചും കരഞ്ഞുമൊക്കെ പോസ് ചെയ്ത് കയ്യും വീശി നടന്നുപോയി. ആ പുത്തുമലയിൽ 15 വീടുകൾ ഉണ്ടാക്കി ആ നാട്ടിലെ പാവം മനുഷ്യർക്ക് സമ്മാനിച്ചത് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളാണ്. സുബ്ഹാനല്ലാഹ്, നിലമ്പൂരിലെ കവളപ്പാറയിൽ കുത്തിയൊലിച്ചു പോയത് എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ്. അവരെ മുഴുവനും ആയുസ്സിന്റെ സമ്പാദ്യങ്ങളാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ടും പരിഹാരമില്ല. ആ നാട്ടില് പരിഹാരമുണ്ടാക്കി അവശേഷിച്ച ബാക്കിയുള്ള സാധുക്കൾക്ക് 15 വീടുകൾ നിർമ്മിച്ചു നൽകിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളാണ്. സങ്കടം കേട്ടു 5 കൊല്ലം മുമ്പാണ് കരിഞ്ചോല കുത്തിയൊലിച്ചുപോയി. എത്രയോ മുഅ്മിനീങ്ങൾ പെരുന്നാളിന്റെ ദിവസം അവര് മണ്ണിനടിയിലായി പോയി. ഉരുളുപൊട്ടിയ ആ പ്രദേശത്ത് ആ പാവം ജനങ്ങൾ, അവശേഷിച്ച സാധുക്കൾ, അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു. കാന്തപുരം ഉസ്താദാണ്. എത്ര പൈസ പിരിച്ചു എന്നതിന് കണക്കുണ്ട്. നിർമ്മാണത്തിന് ചെലവ്, അതിനും കണക്കുണ്ട്. അത് മുഴുവനും ധവളപത്രമാണ്, തുറന്ന പുസ്തകമാണ്. നാട്ടുകാർക്ക് മുഴുവനും എഴുതി വായിച്ച മാതൃക മറ്റെവിടെയാണ് കാണാനുള്ളതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സുബ്ഹാന റബ്ബി. മന്ത്രിമാര് പറയുന്നു ഈ പൊതുപ്രവർത്തനം ഞങ്ങൾക്ക് മാതൃകയാണ്. രാഷ്ട്രീയക്കാര് പറയുന്നു ഈ വല്ലാത്ത ജീവിത പുസ്തകം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. രാഷ്ട്രസാരഥികൾ ആ നേതാവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി ദുആ ചെയ്യുകയും നമ്മളോട് അവരുടെ സന്തോഷം പറയുകയുമാണ്. തൊടിയൂര് മുഹമ്മദ് കുഞ്ഞി മൗലവി വേറെ ഏതോ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ്.
അദ്ദേഹം പറയുന്നു, ഷെയ്ഖ് സായിദിന്റെ ഉമ്മ മരിച്ചപ്പോ, അല്ല, ഷെയ്ഖ് സായിദിന്റെ ഭാര്യ മരിച്ചപ്പോൾ ഇന്ന് UAE ചെയർമാൻ, എല്ലാറ്റിനും ചുക്കാൻ പിടിക്കുന്ന ഖലീഫ സായിദ് ബിൻ ആലി നഹിയാൻ മൂപ്പര് സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ, ഷെയ്ഖ് സായിദിന്റെ ഭാര്യ ഖലീഫയുടെ ഉമ്മ ഷെയ്ഖ ഫാത്തിമ മരിച്ചപ്പോൾ തൊടിയൊരു മൗലവി പറയണ്, ഞാനപ്പോൾ അബുദാബിയിലുണ്ടല്ലോ, നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. UAE പ്രസിഡന്റ് പറഞ്ഞത്, ഇത്തസിൽ ബി ഷെയ്ഖ് അബൂബക്കർ, ഷെയ്ഖ് അബൂബക്കറിനെ വിളിക്കും, പെട്ടെന്ന് വരാൻ പറയൂ, അതിനനുസരിച്ച് ഉമ്മാന്റെ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് ഏർപ്പാട് ചെയ്യൂ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട് നൊന്തുപറ്റൊരു പണ്ഡിതപുത്രൻ ഉലകത്തിലെങ്ങും ഈ രാജ്യത്തിന്റെ മേൽവിലാസമായി, ഈ ഉമ്മത്തിന്റെ അഭിമാന പുഷ്പമായി വിരാജിക്കുന്നതിന് വേറെ എവിടെ എന്ത് ഉദാഹരണമാണ് നമുക്ക് പറയാനുള്ളത്? നത്തിങ്, ഒന്നുമില്ല. നെവർ, എവിടെ ഒരു കാലത്തും നമ്മൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഉറപ്പാണ്. CM വലിയുല്ലാഹി നമുക്കിടയിൽ നത്തുപിടിപ്പിച്ചതാണ്. ആ മഹത്തുക്കളാണ് നമുക്ക് ഈ വലിയ ദറജകളിലേക്ക്, വലിയ മർത്തബകളിലേക്ക് നമ്മുടെ ഉസ്താദുമാരെ കൈപിടിച്ചാനയിച്ചതെങ്കിൽ ആ മഹത്തുക്കൾക്കൊപ്പം ആദർശത്തിന്റെ ആ വലിയ പതാകയും നമ്മുടേതായ പ്ലാറ്റ്ഫോം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് എന്നീ സമയത്ത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വരികൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ ഏറ്റിത്തരട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പടച്ചവൻ നമുക്ക് പരിഹാരം തരുമാറാകട്ടെ. ബഗ്ദാദിലുറങ്ങുന്ന മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഹയാത്തിൽ ഒരു മജ്ലിസിലെങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു. ബഗ്ദാദിന്റെ രാജാവാണ്. ആ രാജാവ് പറയുന്നു, ശത്രു സൈന്യം നാട്ടിലേക്ക് അരച്ചു കയറി, അതിർത്തി പ്രദേശങ്ങൾ അവരെ ആക്രമിച്ചു കയ്യിലാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ ഉദ്യോഗസ്ഥന്മാർ വിവരം തരാൻ താമസിച്ചു പോയി. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിർത്തികളിൽ കൊള്ളിവെപ്പ് നടക്കുകയാണ്. അവിടെ മുഴുവനും യുദ്ധമാണ്. സൈന്യം പാവം ജനങ്ങളെ ഒടിയൊഴിപ്പിക്കുകയാണ്, വെട്ടിക്കൊല്ലുകയാണ്, ബലാത്സംഗം അരങ്ങേറുകയാണ്. ശൈഖുഹാരമുള്ളൂ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളോട് ബഗ്ദാദിന്റെ സുൽത്താൻ വന്ന് വിവരം പറയുമ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, തൽക്കാലം എന്നോട് പറയണ്ട, അലിയുൽ ഹീത്തി അതാ അവിടെ ഉണ്ട്, മൂപ്പരോട് പറഞ്ഞോളൂ, മൂപ്പരാണ് അതിൻ്റെ ഒക്കെ ആള് എന്ന് ഗൗസുൽ ആലം അങ്ങ് പറഞ്ഞപ്പോ അലിയുൽ ഹീത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഉസ്താദിനെ ഒന്ന് സുഖിപ്പിച്ചതാണ്, എന്നാലും എന്നെ ഏൽപ്പിച്ചതുമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഓ സുൽത്താൻ, നല്ല ധൈര്യമുള്ള 3 സൈനികരെ തരാമോ? എന്നാ പരിഹാരം ഉണ്ടാക്കി തരാം. അലിയുൽ ഹീത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബഗ്ദാദ് നാടുഭരിക്കുന്ന സുൽത്താൻ 3 നല്ല ധൈര്യമുള്ള സൈനികരെ കൊണ്ടുവന്നു കൊടുത്തു. ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സൈനികരോട് അതിർത്തിയിലേക്ക് പോകണം, അവിടെ ഇപ്പൊ യുദ്ധം ഇങ്ങനെ അങ്ങോട്ട് നോക്കണ്ട, ഒരു ഭാഗത്ത് കൂമ്പാരമായി കൂട്ടിയിട്ട ആയുധങ്ങൾ കാണും, ആ ആയുധങ്ങളുടെ നടുവിലൊരു കൊച്ചു കുടീരം, ഒരു കൂടാരം, ആ കൂടാരത്തിൽ 3 ആള് കിടന്നുറങ്ങുന്നതും കാണും. ആ കിടന്നുറങ്ങണ ചങ്ങായിമാരാണ് ഈ സൈന്യത്തിന്റെ മുൻവൻ കേണൽമാര്. അവരാണ് ഇതിന്റെ മുഴുവനും മേധാവികൾ. കള്ളും കുടിച്ച് കിടന്നുറങ്ങണ ആ മൂദേവികളെ ഒന്ന് കുത്തി എഴുന്നേൽപ്പിക്കണം, വിളിച്ചുണർത്തണം, എന്നിട്ട് അവരോട് പറയാ, ബഗ്ദാദിൽ നിന്ന് വരികയാണ് മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളും അലിയുൽ ഹീത്തി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇവിടുന്ന് പോണം, ലാ കലാമ സിയാദ, വേറെ വർത്താനൊന്നുമില്ല, ഇപ്പൊ ഇവിടുന്ന് പോണം എന്ന് ഒന്ന് പോയി പറയും. 3 സൈനികർ അതിർത്തികളിലേക്ക് അങ്ങനെ പോകുമ്പോ കൊലയും കൊള്ളിവെപ്പും ബഹളവും. അപ്പുറത്തു
അതിനപ്പുറത്തൊരു കൂടാരം കടന്നുറങ്ങണ 3 ചങ്ങാതിമാർ വിളിച്ചുണർത്തി. അവരോട് കാര്യം പറഞ്ഞു, അവരോട് വിഷയം പറഞ്ഞു. ബഗ്ദാദിൽ നിന്ന് ശൈഖ് അവർകളുടെ മുന്നിൽ നിന്ന് വരികയാണ്. അലിയുൽ ഹീത്തി തങ്ങളും മൂപ്പരും കൂടി പറഞ്ഞയച്ചതാണ്. ഇപ്പൊ പോകണം എന്നാണ് നിങ്ങളോട് പറഞ്ഞത്, ഉത്തരവാണ്, ഇനി വർത്താനൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ 3 കേണൽമാര് കണ്ണ് തിരുമ്മി ഉറങ്ങി എണീച്ച പോലെ അവര് പറഞ്ഞു, പരസ്പരം ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം. അവര് ഗുണ്ടകളെ പിൻവലിക്കുകയാണ്, സൈന്യത്തെ തിരികെ വിളിക്കുകയാണ്. കെട്ടും പെട്ടും എല്ലാം മുറുക്കി കെട്ടി അവര് മെല്ലെ തടി തപ്പുകയാണ്. അവർക്കറിയാം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആരാണ്. ആ അനുമതി ഉണ്ടെങ്കിൽ എന്തും നടക്കുമല്ലോ. അവിടുത്തെ കണ്ണു വെട്ടിച്ചെന്തെങ്കിലും ചെയ്താൽ അത് വല്ലാതെ ഞങ്ങൾക്ക് ഭാരമാകുമല്ലോ. സുബ്ഹാനല്ലാഹ്. നാട്ടിന് കാവലാണ് ഔലിയാക്കൾ, നാട്ടിന് കാവലാണ് സ്വഹാബത്ത്. മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര കൃത്യമാണ്. അസ്ഹാബി അമനത്തുൽ അഹ്ലിൽ അർളി. മഹാന്മാര് വല്ലാത്ത കാവല് തന്നെ. റഹ്മാനായ റബ്ബേ, ഡൽഹിയിൽ 2 ദിനോസറുകൾ ഈ ഉമ്മത്തിനെ പൊഴുങ്ങി തിന്നാൻ വേണ്ടി നിയമമുണ്ടാക്കുകയാണ്. അതിനു വേണ്ടി എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ഇസ്രായേൽ ക്ലാസ് എടുക്കുകയാണ്. വേറെ പലരും അതിൻ്റെ ഈ ഉമ്മത്തിന് ഔസുൽ ആദമിന്റെ കാവൽ തരണേ റബ്ബേ, മലായിക്കത്തിന്റെ കാവൽ തരണേ റബ്ബേ, അലിയുൽ ഹീത്തി തങ്ങളെ കാവൽ തരണേ അല്ലാഹ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി. ആകാശഭൂമികളിൽ പടച്ചവനെ നിന്റെ സൈന്യമുണ്ടല്ലോ, നിന്റെ പട്ടാളമുണ്ടല്ലോ, നീ കാവൽ തരണേ തമ്പുരാനെ. ബിദ്അത്തുകാരൻ വഹാബി മൂരാച്ചി അവൻ കണ്ണുരുട്ടുന്നു. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി. ആകാശഭൂമികളിൽ പടച്ചവന്റെ അധികാരം. അങ്ങനെ ആയത്തുണ്ട്, ശരിയാണ്. നേരെ ഇപ്പുറത്തെ പേജ് മറിക്കൂ മോനെ. ആ പേജിലുണ്ട് മുൽക്കുസ് സമാവാതി മാത്രമല്ല, ജുനൂദുസ് സമാവാതി വൽ അർദി. ആകാശത്തും പടച്ചോന്റെ പട്ടാളമാണ്, ഭൂമിയിലും പടച്ചോന്റെ പട്ടാളമാണ്. അൽ അർവാഹു ജുനൂദുൻ മുജന്നദ. ആ പട്ടാള സിസ്റ്റം അതാത്മാക്കളെ കൂട്ടായ്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ആയത്തോതിയത്. വൽ മുദബ്ബിറാത്തി അംറാ. തൗഹീദ് പഠിപ്പിക്കണ ഖുർആനില് തദ്ബീർ എന്ന വല്ലാത്തൊരു ഫിഇലും വെച്ച് അല്ല പഠിപ്പിക്കണത് മുദബ്ബിറാത്ത് ജംഇന്റെ സ്വീഗയാണ്. ഖുദറാത്തുൻ മുദബ്ബിറാത്ത്. കാര്യങ്ങൾ തദ്ബീർ ചെയ്യുന്ന ആത്മാക്കൾ പലരുമുണ്ടേ. ജിബ്രീൽ അതിൽപ്പെട്ടതാണ്, മീകായിൽ അലൈഹിസ്സലാം അതിൽപ്പെട്ടതാണ്. തദ്ബീർ അള്ളാഹു ഏൽപ്പിച്ച വലിയ വലിയ പദവികളിലുള്ളവര് പലരുമുണ്ടേ. ഖുർആന്റെ ആയത്താണ്, പണ്ഡിതന്മാര് വിശദമായി തഫ്സീർ പറഞ്ഞ ആയത്താണ്. ഫൽ മുദബ്ബിറാത്തി അംറാ. ഒരു സൂറത്തിലാണ്. മറ്റൊരു സൂറത്തിൽ വായിക്കാം അംറം മിൻ ഇൻദിനാ. അത് നമ്മൾ ഏർപ്പാടാക്കിയതാണ് എന്ന് അല്ലാഹ് പറഞ്ഞാൽ, അംറം മിൻ ഇൻദിനാ നമ്മൾ ഏർപ്പാടാക്കിയതാണ് എന്ന് അല്ലാഹ് പറഞ്ഞാൽ, ഇന്നാ കുന്നാ മുർസിലീൻ അവരെ നിയോഗിച്ചത് നമ്മളാണ്, അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് നമ്മളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ പിന്നൊരു യുക്തിവാദിക്ക് എന്തെങ്കിലും നൊടിയാനുണ്ടോ? മിൻ ഇൻദിനാ അല്ലാഹ് പറഞ്ഞ പിന്നെ അത് എന്തില്ല. അള്ളാഹുവിന് മലായിക്കത്തിന്റെ ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ പടച്ചവന്റെ സിസ്റ്റം അങ്ങനെയാണ്. അള്ളാഹുവിന് ഇവിടെ രോഗം തരാൻ അണുക്കളെ ആവശ്യമുണ്ടോ? ഇല്ല. അത് പടച്ചവന്റെ സിസ്റ്റം അങ്ങനെയാണ്. ഇവിടെ രോഗം മാറാൻ മരുന്നിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ പടച്ചവന്റെ സിസ്റ്റം അങ്ങനെയാണ്. അംറം മിൻ ഇൻദിനാ. മിൻ ഇൻദിനാന്ന് അല്ലാഹ് പറഞ്ഞ പിന്നെ അത് എന്തിനാന്ന് ചോദിക്കാൻ അവകാശമുള്ളവൻ ഏതു ജീവിയാണ്? അന്തമുള്ളവർക്ക് അങ്ങനെ ഒരു സംശയം പിന്നെ ആവശ്യമില്ലല്ലോ. പടച്ച തമ്പുരാൻ
നാട്ടിനും കാവൽ നൽകട്ടെ. അർവാഹുല്ലാലിയാന്റെ കാവൽ തരണേ തമ്പുരാനെ. ജുനൂദുസ്സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ പടച്ചവന്റെ സൈനിക സന്നാഹം ശക്തമാണ്. അവരെ പ്രവർത്തനം പട്ടാള സിസ്റ്റമാണ്. ആ മഹാന്മാരെ കാവൽ അള്ളാഹു നമ്മുടെ നാടുകൾക്ക് നൽകുമാറാകട്ടെ. മല പോലത്തെ ഔലിയാക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇനിയും കാണിച്ചു തരണം അല്ലാ. ഹിമവാനെ പോലെ ഉയരമുള്ള അലിമീങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇനിയും കാണിച്ചു തരണം അല്ലാ. ഷാഫി മദ്ഹബിലെ ഏറ്റവും വലിയ കിതാബ് അത് തുഹ്ഫത്തുൽ മുഹ്താജാണ്. 10 വാള്യമാണ്, 10,000 പേജുകളാണ്. ഫിഖ്ഹിന്റെ കടുകട്ടി വാചക പ്രയോഗങ്ങളാണ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ കിതാബാണ്. ആ വലിയ കിതാബ് 60 കൊല്ലത്തോളം കാണാതെ ദർസ് നടത്തിയ ആലിമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പയെങ്കിൽ ഇൽമിന്റെ മറുകര കണ്ട മഹാന്മാർ റസൂലുള്ളാഹിന്റെ ചോരയിൽ വിരിഞ്ഞമാരെ മുന്നിൽ വെച്ചിട്ട് ഈ പാവം മുഅ്മിനീങ്ങളെ ദുആഇന്റെ മജ്ലിസ് നീ ഖബൂലാക്കണം അല്ലാ. സൗദിയിൽ ഇല്ല, ഒമാനിൽ ഇല്ല, UAE ഇല്ല. പാവം ഇന്ത്യ രാജ്യത്താണ് നട്ടുപിടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട MA ഉസ്താദ്. മദ്രസ എന്ന സംവിധാനമാണ്, പാഠപുസ്തകങ്ങളാണ്, വിദ്യാഭ്യാസ ബോർഡുകളാണ്. 30-ലേറെ പുസ്തകങ്ങൾ മൂപ്പരുടെ തന്നെ രചനയാണ്. 10,000 മുഅല്ലിമീങ്ങളാണ്, കോടിക്കണക്കിന് പുസ്തകങ്ങളാണ്. ഗൈറു മുതനാഹി, എണ്ണിയാ തീരാത്തത്രയും അക്ഷരങ്ങളുമായി പരിശുദ്ധ ദീനിന്റെ ഇൽമിന് കാവൽ കിടന്ന നൂറുൽ ഉലമ MA ഉസ്താദ് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സാരഥിയായിരുന്നു, ജംഇയ്യത്തുൽ ഉലമാന്റെ സാരഥിയായിരുന്നു, വിദ്യാഭ്യാസ ബോർഡിന്റെ സാരഥിയായിരുന്നു, SYSന്റെ പ്രസിഡന്റായിരുന്നു, SSFന് ഭരണമുണ്ടന ഉണ്ടാക്കി തന്ന ബുദ്ധിജീവിയായിരുന്നു. ചെറിയ കുറിയ മനുഷ്യനാണ്, വല്ലാത്ത തലയെടുപ്പുള്ള വല്ലാത്തൊരു പ്രതിഭയാണ്. കാന്തപുര ഉസ്താദിനെ പോലെ വ്യക്തിപ്രഭാവമുണ്ടോ, കരിസ്മയുണ്ടോ, ആകാര സൗഷ്ഠവമുണ്ടോ? ഒന്നുമില്ലായിരുന്നു. എന്നിട്ടും ജാമിയ സഅദിയ പോലെ വലിയൊരു സ്ഥാപനമുണ്ടാക്കിയ MA ഉസ്താദ് ഈ യുഗത്തിൻ്റെ വലിയ അത്ഭുതമാണ്. 2 വിദ്യാഭ്യാസ ബോർഡുകൾക്കുമായി 75 കൊല്ലത്തോളം കാവലിരുന്ന ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഏറ്റവും വലിയ ഇൽമിന്റെ സേവകനാണ്. ആ മഹാന്മാരായ ആലിമീങ്ങളെ സ്നേഹം, അവരെ ബറക്കത്ത്, അവരെ പൊരുത്തം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, പരിശുദ്ധ ദീനിന്റെ ജീവനാടികൾ ഒരുമിച്ചുകൂടി ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഫിത്ന പറയാതെ, ഫുജൂറ് പറയാതെ, യതീംഖാനന്റെ പൈസ കക്കാതെ, വഖഫ് ബോർഡിന്റെ പൈസ അടച്ചു മാറ്റാതെ, സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും കോടികൾ വാരിക്കൊടുക്കാതെ, പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് പിടിയരി കൊണ്ടുവന്ന് സ്വന്തം തേങ്ങിൽ നിന്ന് തേങ്ങ വലിച്ച് താഴെയിട്ട് കിട്ടിയ അടക്ക മുഴുവനും ഇവിടെ ഏൽപ്പിച്ച് കോയ ഉസ്താദ് വഴുതു പറഞ്ഞപ്പോ, സി ഉസ്താദ് വഴുതു പറഞ്ഞപ്പോ, അവേലത്തു തങ്ങൾ കൈ കാണിച്ചപ്പോ, കാന്തപുരം ഉസ്താദ് ദുആ ചെയ്തപ്പോ, ഇവിടെ എങ്ങനെ കൈകളിലേക്ക് നീട്ടിവെച്ചു കൊടുത്ത ഈ നാട്ടിൻ്റെ നല്ല ദീനിന്റെ ഖാദിമീങ്ങൾ, അവർക്കൊക്കെ നീ വലിയ കബൂല് നൽകണം അല്ലാ. അകാലത്തിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട പണ്ഡിത പ്രതിഭകൾ, സിദ്ദീഖി പോലെ പരിശുദ്ധ ദീനിന്റെ കാവലിരുന്ന നല്ല ചെറുപ്പക്കാർ, 50 തികയുന്നതിന് മുമ്പ് മരിച്ചുപോയ എത്ര യുവാക്കൾ, ഈ ദീനിന്റെ ഖാദിമീങ്ങൾ ഈ പരിസരത്ത് ഞങ്ങൾക്ക് ഓർക്കാനുണ്ട്. അവർക്കെല്ലാം ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം, ഒരലിഫെങ്കിലും ഇവിടെ ഓതി പഠിക്കുന്ന കാലത്തോളം നീ ഖബറിൽ വെളിച്ചം നൽകണേ റബ്ബേ. അല്ലാ, അവരെ കുടുംബങ്ങളിൽ നീ പകരം നിൽക്കണേ അല്ലാ. കെട്ടകാലമാണ്, സാഹിര്യങ്ങൾ വല്ലാതെ വിജയിക്കുന്ന കാലമാണ്, ദീനിന്റെ ശത്രുക്കൾ അധികാരം കൊണ്ട് നടക്കുന്ന കാലമാണ്. ഡൽഹിയിലെ ഡിനോസറുകളെ പോലെ തിരുവനന്തപുരത്തും
വല്ലാത്ത ബഹളങ്ങൾ നടക്കുകയാണ്. ഈ ഉമ്മത്തിന് ഇനിയും നീ ഇസ്സത്ത് തരണേ തമ്പുരാനെ. ഞങ്ങളെ മക്കൾ ലഹരിയിൽ ചത്തുപോകാതെ, ലൈംഗിക അരാജകത്വം ഭരണകൂടം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കാലം ഞങ്ങളെ മക്കൾ എയ്ഡ്സ് പിടിച്ച് ചത്തുപോകാതെ ഈമാന്റെ സംസ്കാരമുള്ള നല്ല മക്കളാക്കി നീ വളർത്തിത്തരണം അല്ലാ. ഈ സ്ഥാപനത്തിൽ ഖുർആൻ കാണാതെ പഠിക്കുന്ന, യാസീൻ പഠിക്കുന്ന നല്ല മക്കളുണ്ട്. മുഅല്ലിമീങ്ങളും മുതഅല്ലിമീങ്ങളും അവരെക്കാളേറെ ആവേശത്തിൽ ദീനിനെ സ്നേഹിക്കുന്ന നല്ല മുഹിബ്ബീങ്ങളുമുണ്ട്. എല്ലാ പ്രായത്തിലുമുള്ളവർ ദീനിന്റെ ഖാദിമുകളായി സേവനം ചെയ്യുന്ന ഈ നല്ല ഞങ്ങളെ ഖബറുകളിലും സന്തോഷമായി നീ കാണിച്ചു തരണം അല്ലാ.